തന്റെ ഭർത്താവിന്റെ ജോലി പോയെന്ന് കേട്ടല്ലോ. എന്റെ ഭർത്താവിന്റെയോ? ആ, കർഷക ഗാന്ധിനെ ഉണ്ടാക്കിയനെ. ഏയ്, അതിന് ഉണ്ണിയേട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാ വെറുതെ നുണ പറയണേ? ആള് സസ്പെൻഷനിലാണെന്നുള്ള കാര്യം ഇവിടെ ആർക്കാ അറിയാത്ത? ഉണ്ണിയേട്ടന് ഞാനും, എനിക്ക് ഉണ്ണിയേട്ടന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ ഈ ഒളിച്ചു കളി? തന്നോട് പറയാനുള്ള വിഷമം കൊണ്ട്. പറയാതിരുന്നിട്ട് എത്ര ദിവസം ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? എന്നിട്ട് പകല് മുഴുവൻ എവിടെയായിരുന്നു? കുറച്ചു നേരം ജേക്കബ് സാറിന്റെ വീട്ടിലിരുന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ അലഞ്ഞു നടന്നു അല്ലേ? ഞാൻ ഉണ്ണിയേട്ടനെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? താൻ എന്തൊക്കെയായി പറയണേ? പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചത്? മനഃപൂർവ്വമല്ല, 2-3 വട്ടം പറയാൻ ഒരുങ്ങിയതാ. മനസ്സ് വഴങ്ങിയില്ല. സുഖായാലും ദുഃഖായാലും ഒക്കെ പങ്കുവെക്കാൻ ഉറച്ചിട്ട് തന്നെയാ കൂടെ ഇറങ്ങി പോന്നത്. എന്നിട്ട് രാധിക, എന്താടോ ഇത്? എന്നോടിങ്ങനെയൊന്നും പെരുമാറരുത്. എനിക്ക് എന്റെ മോക്ക് വേറെ ആരുമില്ല. കൊച്ചേട്ടാ. ആരാ? അയ്യോ, ഇത് ആര്? ഗീതയോ? ഉണ്ണീട്ടാ, ഇത് ആര് വന്നിരിക്കുന്ന നോക്കിയേ. വാ. നീ എങ്ങനെ എത്തി? ഒറ്റയ്ക്കുള്ളോ? ഈ വീടെങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഇത്ര കാലത്ത് നീ ഒറ്റയ്ക്ക്? എന്താ ഗീതേ? ഇരിക്ക്. എന്താ കാര്യം? നാളെ എന്റെ കല്യാണം വെച്ചോ? അതിനെന്താ കരയുന്നേ? എനിക്കിഷ്ടമല്ലേ കല്യാണത്തിന് ഒരു 2ാം കെട്ടുകാരന്? സ്ത്രീധനൊന്നും കൊടുക്കണ്ട അത്ര. വല്യേട്ടനെല്ലാം തീരുമാനിച്ചത്. അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛനും അമ്മയ്ക്കൊന്നും യാതൊരു വിലയില്ല അവിടെ. വേലക്കാരെ പോലെ ഞങ്ങളവിടെ. എന്നെ പറയുന്നില്ല എനിക്ക് വിഷമമില്ല. ഏട്ടത്തിയമ്മ ചിലപ്പോഴൊക്കെ അച്ഛനോട് പറയുന്നത് കേൾക്കുമ്പോ സഹിക്കില്ല. വല്യേട്ടനോട് എന്തെങ്കിലും പരാതി പറഞ്ഞാ കേട്ട ഭാവം വയ്ക്കില്ല. അവര് പറയുന്ന പോലെയാ കാര്യങ്ങള്. കൊച്ചേട്ടൻ വരണം. ഈ കല്യാണം നടന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മോതിരമാറിലെന്നൊക്കെ പറഞ്ഞ കുറെ കൂടെ കേമാണോന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പക്ഷെ ഇയാൾ സമ്മതിക്കണ്ടേ? ഞാനും ആ അഭിപ്രായക്കാരനാ. വെറുതെ എന്തിനാ അനാവശ്യ ചെലവൊക്കെ? അത് കൊള്ളാം. നിങ്ങൾ അളിയനും ഒന്നായല്ലേ? അല്ലെങ്കിൽ ഒരു മോതിരം ഇടിയിക്കാൻ നാട്ടുകാരല്ല എന്തിനാ? ചെറുക്കം മാത്രം പോരെ? എന്നാ പിന്നെ എന്തിനാ വായിക്കുന്നത്? നമുക്ക് ചടങ്ങിലേക്ക് കടന്നുകൂടെ? വരൂ, വാ. അങ്ങോട്ടിരിക്കാം. കൈ അങ്ങോട്ട് നീട്ടുമോളെ. നീട്ടടി. ഒരു മിനിറ്റ് ഒന്ന് നിർത്തണേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവൾ എന്റെയും കൂടെ അനിയത്തിയായി പോയില്ലേ? പക്ഷെ ഇവൾക്ക് നിന്നെ പോലെ ഏട്ടൻ ഇല്ലെങ്കിലോ? അത് തീരുമാനിക്കേണ്ട അവളല്ലേ? അവളുടെ തീരുമാനം ഇത് തന്നെയാ. എന്നെ ഏട്ടൻ പറഞ്ഞാ പോരല്ലോ. ഏട്ടനോ? ആരാടാ നിന്റെ ഏട്ടൻ?
കണ്ണി കണ്ട തെണ്ടികളുടെ കേട്ടതല്ല ഞാൻ തെണ്ടിയാണ്, കിടപ്പാടം പോലും ഇല്ലാത്തവനാണ്. പക്ഷെ നിങ്ങളെ പോലെ തെണ്ടിത്തരം ഞാൻ കാണിക്കാറില്ല. സുധാരാ, തൊട്ടോരുത്. എന്റെ ദേഹത്ത് കൈവീണാൽ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അച്ഛനെന്താ കല്ല് പോലെ ഇരിക്കുന്നത്? ഇറങ്ങി പോകാൻ പറയണടുത്ത്. ഞാൻ പോകാൻ തന്നെയാ വന്നത്, പക്ഷെ ഒറ്റയ്ക്കല്ല. എന്റെ പെങ്ങളെയും കൂട്ടിക്കൊണ്ടേ ഞാൻ പോകൂ. എവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ മാന്യമായിട്ട് സംസാരിക്കണം. മാന്യം കേട്ടോ, അത് മാന്യന്മാരോടല്ലേ പറ്റൂ. പിന്നെ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച അതിനുള്ള വകുപ്പ് എന്താണെന്നറിയോ? ഇവിടെ ആര് നിർബന്ധിച്ചു? നിങ്ങൾ തന്നെ. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കായിരുന്നു നിങ്ങൾ. ഇവളുടെ അച്ഛനായ പ്രായം ഉണ്ടല്ലോ ഇയാൾക്ക്. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, അവളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടമെന്ന് പറ. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. എന്തെങ്കിലും വഴിപാട് കൊടുത്ത് എന്റെ പെങ്ങളെ നടന്നല്ല ഞാൻ സമ്മതിക്കില്ല. എന്നാ നീ കൊണ്ടുപോയി കെട്ടിക്കടാ, വല്ല വേലിനെയോ വെളുത്തേറിനെയോ. കെട്ടിക്കും. എന്റെ പെങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ, വേലനായാലും വെളുത്തേരനായാലും മനുഷ്യത്തുള്ളവനാണെങ്കിൽ ഇതിനൊക്കെ അന്തസ്സായിട്ട് ഞാൻ കെട്ടിക്കും. നീ വാ. എടീ വീട്ടിലാ അവളെ. അച്ഛാ, അച്ഛനോ മിണ്ടി പോരുന്നൂടെ? ഓഹോ, അപ്പൊ അച്ഛന്റെ മനസ്സിലിരിപ്പ് ഇത് തന്നെയായിരുന്നു അല്ലേ? വാഴക്കടി. അച്ഛനോ വേലക്കാരൊന്നുമില്ലടി. കുറെ നാളായി നിന്റെ ആട്ടും തുപ്പും ഞാൻ സഹിക്കുന്നു. ഇനി വയ്യ. ഉണ്ണികൃഷ്ണ, ഞങ്ങൾ വരുന്നതാ നിന്റെ കൂടെ. സരസ്വതി ഇറങ്ങിക്കോളൂ. ഇനി നമുക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ഉണ്ണികൃഷ്ണൻ. നിന്നെ ഈ അച്ഛൻ ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോടാ. തന്നോട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? വേണ്ട, ഒന്നും എടുക്കണ്ട. ഇവന്റെ ഒന്നും ഒരു തൊണ്ട് തോർത്ത് പോലും നമുക്ക് വേണ്ട. വാ. എടാ, ഒരസ്തമനം കൊണ്ടൊന്നും സൂര്യഭഗവാൻ മരിക്കില്ല. നിന്നെ വിശ്വസിച്ച് ഉള്ളത് മുഴുവൻ നിന്റെ പേരിൽ എഴുതി തന്ന വിഡ്ഢിയായ ഒരു അച്ഛനാണ് ഞാൻ. ഉടുമുണ്ടോടെ ഇറങ്ങിപ്പോവുകയാണ്. എന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് നീ അനുഭവിക്കും മോനെ. വേണോ സാറേ? വേണോൻ സാർ. എന്തൊക്കെയുണ്ട് രാമേട്ട? എന്തായി നമ്മുടെ കാര്യം? അടുത്ത ആഴ്ച എല്ലാ കണക്കും തീർക്കാം. അടുത്ത ആഴ്ച എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര ആഴ്ചയായി നിനക്കറിയോ? ബഹളം ഉണ്ടാക്കരുത്. ഈ ആഴ്ചയും കൂടി ഒന്ന് ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുമോ ഞാൻ കൊടുക്കേണ്ടവര്? ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ഞാൻ അവിടെ നിർത്തി വെച്ചിരിക്കുക. അത്രയ്ക്ക് ഞെരുക്കത്തിലായി ഞാൻ. ഇതൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അറിഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കോർപ്പറേഷനിലെ നല്ലൊരു ഉദ്യോഗസ്ഥരാണെന്ന് വിചാരിച്ച അഡ്വാൻസ് പോലും മേടിക്കാതെ ഞാൻ ഈ വീട് വാടകയ്ക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് മോശം കിട്ടാൻ വേണ്ടിട്ടല്ല. ഉണ്ണിയേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവുക. രണ്ടിലൊന്നും അറിയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. രാധേ, ഒന്നും നോക്കണ്ട. അഭിമാനോ വലുത്. അയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അച്ഛനും അമ്മയും അയൽവക്കക്കാരും ഒക്കെ അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നാലും വെറും കഴുത്തോടെ താൻ. അതൊന്നും സാരമില്ല. ദാ, ഇത് വിറ്റിട്ട് അയാൾക്ക് എത്രയാ കൊടുക്കേണ്ടതെന്ന് വെച്ചാ കൊടുക്ക്. ബാക്കിയുള്ളതിന് കുറച്ച് അരിയും സാധനങ്ങളും മേടിക്ക്. ഒക്കെ തീർന്നിരിക്കുക. വിഷമിക്കണ്ട, വേഗം ചെല്ല്. മോളെ, വലിപ്പം കണക്കാക്കേണ്ട ജാതി നോക്കിയിട്ടല്ല, മനസ്സ് നോക്കിയിട്ടാണെന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായി. നിന്നെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. മാപ്പ്. അയ്യോ അച്ഛാ, അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളെ. നമുക്ക് ബാക്കി ഇതാ. ഇത് പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ്തു. വേണ്ടമ്മേ, ഇപ്പൊ ഇത് മതി. ഞങ്ങളോട് എന്തിനാ മോനെ ഈ ദുരഭിമാനം? എന്റെ മോൻ ആരുടെ മുമ്പിലും തലകുനിക്കരുത്. സ്വർണം ഇനിയും ഉണ്ടാക്കാം. അന്തസ് പോയാ പിന്നെ തിരിച്ചു കിട്ടില്ല. ഇതാ ചെല്ലേ.